കാവേരി നദീജലം വിട്ടു നൽകാത്തതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും കാവേരി വാട്ടർ റിലേഷൻ കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ അയൽ സംസ്ഥാനമായ കർണാടക ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് നിയമ പോരാട്ടം. കാവേരി അതോറിറ്റികളുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും കർണാടക അർഹമായ അളവിൽ വെള്ളം തുറന്നുവിട്ടില്ല. തുടർന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ജൂലൈ 28-ന് ചേർന്ന 139ാമത് യോഗത്തിലാണ് കാവേരി തടത്തിലെ ജലലഭ്യതയും കാലാവസ്ഥയും വിലയിരുത്തി CWRC നിർണായക ഉത്തരവിറക്കിയത്. കൃഷ്ണരാജ സാഗർ കമ്പനി റിസർവ് ഓയലുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 12 വരെയുള്ള 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുവിൽ സെക്കൻഡുകളിൽ 3500 ക്യൂസസ് വെള്ളം ഉറപ്പാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. തുടർന്ന് ജൂലൈ 30 ചേർന്ന CWMAയുടെ 54ാമത് അടിയന്തര യോഗവും ഈ ഉത്തരവ് ശരിവച്ചു. എന്നാൽ ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങളിൽ ബിലിഗുണ്ടുവിൽ എത്തിയത് വെറും 158 മുതൽ 550 ക്യൂസസ് വരെ വെള്ളം മാത്രമാണ്. നിർദ്ദേശിച്ച 3500 ക്യൂസസിന്റെ ചെറിയൊരു അംശം മാത്രമാണിത്. ആവശ്യത്തിന് വെള്ളമില്ലാത്തത് കൊണ്ടാണ് വിട്ടു നൽകാത്തതെന്ന് വാദം തമിഴ്നാട് തള്ളിയിരിക്കുകയാണ്. കർണാടകയിലെ ഡാമുകളിൽ തമിഴ്നാടിന് നൽകാൻ ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് കണക്കുകൾ നിരത്തി തമിഴ്നാട് വ്യക്തമാക്കുന്നുണ്ട്. 4 റിസർവോയറുകളിലുമായി ആകെ 77.537 TMC വെള്ളമുണ്ട്. ഇതിൽ 67.517 TMC വെള്ളവും ഉപയോഗിക്കാത്ത കിടപ്പുണ്ട്. അതെല്ലാം ഉപയോഗ യോഗ്യമാണ്. കൂടാതെ KRS അതോടൊപ്പം തന്നെ കബനി ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നത് കാരണം ഡാമുകളിലുള്ള ഒഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തമിഴ്നാടിന് അർഹമായ വിഹിതം നൽകാൻ അല്ലെങ്കിൽ വിഹിതം തരാൻ കർണാടകയ്ക്ക് യാതൊരു തടസ്സവുമില്ല എന്നാണ് ഹർജിയിൽ തമിഴ്നാട് പറയുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 28-ന് നടന്ന കാവേരി വാട്ടർ റിലേഷൻ കമ്മിറ്റി യോഗത്തിലാണ് കർണാടകത്തോട് കൃഷ്ണരാജ സാഗർ കബനി സംഭരങ്ങളിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകണമെന്ന നിർദ്ദേശം നൽകിയത്. ജൂലൈ 29-ന് രാവിലെ 8 മണി മുതൽ അടുത്ത 15 ദിവസം ഓഗസ്റ്റ് 15 വരെ തമിഴ്നാട്ടിലെ ബിലിഗുണ്ടുവിലേക്ക് പ്രതിദിനം 3500 ഖനേഡി വെള്ളം വിട്ടു നൽകണമെന്നാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം. ജൂലൈ 30-ന് ചേർന്ന കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി യോഗം റെഗുലേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 2 വരെ ബിലിഗുണ്ടുവിലേക്ക് ലഭിച്ച വെള്ളത്തിന്റെ ഒഴുക്ക് 158 മുതൽ 550 ഖനിയടി വരെയായിരുന്നു. ഇത് റെഗുലേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെക്കാൾ വളരെ കുറവായിരുന്നു. ആവശ്യത്തിന് അളവിൽ വെള്ളം വിട്ടു നൽകുന്നതിൽ കർണാടക പരാജയപ്പെട്ടുവെന്നതും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.